ശ്രീ ഫസൽ ഗഫൂർ കൂടി. ശ്രീ ഫസൽ ഗഫൂർ, താങ്കൾ കശ്മീരിൽ പഠിച്ച ആളാണല്ലോ. ഈ സമയത്ത് കശ്മീരിലെ ജനങ്ങൾ സമ്പൂർണ്ണമായി ഇന്ത്യൻ സ്റ്റേറ്റിനെ പിന്തുണയ്ക്കുന്നു, ഭീകരവാദത്തിനെതിരെ നിലപാടെടുക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടയിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയോട് ഇത്രയും അനുകൂലമായ ഒരു മനോഭാവം വാലിയിൽ ഉണ്ടായിട്ടുണ്ടാകില്ല. മുൻ അനുഭവങ്ങൾ എടുത്താൽ അത്രയും അനുകൂലമായ അവസരം അവിടെ ഉണ്ട്. സ്വാഭാവികമായി അതിൽ ദേശീയോദ്ഗ്രഥനത്തിൻ്റെ ഒരു വലിയ സാധ്യത അവിടെ നിൽക്കുന്നുണ്ട്. അത് ഒരു വശം. രണ്ടാമത്തേത്, ഈ ഭീകരവാദത്തെയും ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവരെയും പിടിക്കാൻ അനുകൂലമായ ഒരു എക്കോസിസ്റ്റം കൂടി രൂപപ്പെട്ടു വരികയാണല്ലോ. അത് ഫലപ്രദമായി ഉപയോഗിക്കപ്പെടുന്നുണ്ടോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഞാനൊരു അഭിപ്രായം പറയട്ടെ. ഞാൻ ശ്രീ ഗോപകുമാർ പറഞ്ഞതോടെ പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുകയാണ്. ഇതിപ്പോൾ കുറേ കാലം ഇതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത് വെച്ചാൽ അനാവശ്യമായിട്ടുള്ള വർഗീയ ചേരിതിരിവ് ഇന്ത്യയിൽ ഉണ്ടാക്കുക എന്ന ഉദ്ദേശം തന്നെയാണ് ഇതിലുള്ളത്. കാരണം ഇതിപ്പോൾ ബോംബെയിൽ നമ്മൾ അറ്റാക്ക് നടത്തി, മനസ്സിലായില്ലേ? വലിയൊരു അറ്റാക്കല്ലേ അവിടെ. ബൈ ബോട്ട് വഴിയൊക്കെ വന്നിട്ട് അത് പ്ലാൻ ചെയ്തിട്ടുള്ളൊരു അറ്റാക്ക് നടത്തി. പാർലമെൻറ്റിന് നേരെ അറ്റാക്ക് നടത്തി, അക്ഷർധാമിൽ അറ്റാക്ക് നടത്തി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ നന്നാവാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് ഇവിടെ ഇന്ദിരാഗാന്ധിയുടെ മാതിരത്തെ ഒരു ലീഡർഷിപ്പാണ് വേണ്ടത്. ഇന്ദിരാഗാന്ധിയെ പേരെടുത്ത് പറയുന്ന ആ സമയത്ത് ഇന്ദിരാഗാന്ധിയാണ് നയിച്ചിരുന്നല്ലോ ഇന്ത്യയുടെ 1971 യുദ്ധം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാനിപ്പോൾ അതിൻ്റെ ഉദ്ദേശം ഒരു ബ്ലിറ്റ്സ് ക്രീഗ് മാതിരിയുള്ള ഒരു അറ്റാക്കൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമുക്കൊരു ഇവരെ ഒറ്റക്ക് തുരത്തണം വെച്ചാൽ ഇവരുടെ യൂഷ്വലി ഇവർ വിഡ്രോ ചെയ്യുന്നത്, ഓഫ് കോഴ്സ് ഞാൻ ഈ മിലിറ്ററി എക്സ്പേർട്സ് ഉള്ളപ്പോൾ പറയുന്നത് ശരിയല്ലെങ്കിൽ കൂടി ഇവർ സാധാരണ വിഡ്രോ ചെയ്യുന്നത് നമ്മുടെ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലോട്ടാണ്. ഈ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലെ മുഖ്യ നഗരമായ മുസഫർബാദ്, അതായത് 80 കിലോമീറ്റർ ഉള്ളൂ ബോർഡറിൽ നിന്ന്. അതായത് നമ്മൾ ബോർഡർ സോപ്പോർ എടുക്കുകയാണെങ്കിൽ മനസ്സിലായി അവിടെ നിന്ന് 80 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലം മനസ്സിലായില്ലേ, ഇന്ത്യ ഒരു അറ്റാക്ക് നമ്മൾ ഇസ്രായേൽ നടത്തിയ മാതിരി ഒരു അറ്റാക്ക് നമ്മൾ സഡൻ നടത്തേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതിപ്പോൾ എത്ര തവണയായിട്ട് ഇന്ത്യൻ ബോർഡറിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ ഇന്ത്യയുടെ വൻ നഗരങ്ങളിൽ ഇതുമാതിരി. അതേസമയം നമുക്ക് ഒരു നഗരത്തിൽ പോലും അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ട് നമുക്ക് ലാഹോറിലോ അല്ലെങ്കിൽ കറാച്ചിയിലോ റാവൽപിണ്ടിയിലോ ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ നടത്തിക്കൂടാ? ഞാൻ ഡയറക്റ്റ് മിലിറ്ററി ഓപ്പറേഷൻ അല്ല പറയുന്നത്. അപ്പോൾ ആ നിലക്ക് ഞാൻ കാണുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിലിറ്ററി ഇതിൽ പറയാൻ മാതിരി കോൾഡ് സ്ട്രൈക്ക് എന്നവർ പറയും. അതായത് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്ക് നമ്മൾ നടത്തിക്കൊണ്ട് അത് കാശ്മീർ POK കാശ്മീർ ഏതായാലും നമ്മൾ അവകാശപ്പെടുന്ന ഒരു സ്ഥലമാണ്, നമ്മുടെ സ്ഥലമാണെന്ന് പറഞ്ഞു, നമ്മുടെ രാജ്യമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അന്ന് 1971 ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്ന് കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അന്നത്തെ കാലത്ത് ഇൻഡോ സോവിയറ്റ് ഡിഫൻസ് ട്രീറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ദിരാഗാന്ധി ആദ്യം തന്നെ. അതുകൊണ്ട് 7th ഫ്ലീറ്റ് ഇവിടെ അറബിക്കടലിൽ വന്നപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് പുല്ലുവില അതിനോട് പോയി USS എൻ്റർപ്രൈസസിനോട് പോയിട്ട് പണി നോക്കാൻ വേണ്ടി പറഞ്ഞു. ഇപ്പോൾ ചെറിയൊരു ഡേഞ്ചറുണ്ട്. അന്ന് ന്യൂക്ലിയറിൽ ഇതേ 2 കൺട്രീസും എൻ്റെ ഓർമ്മ ശരിയാണെന്ന് പൊക്കാറാനൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ആ നിലക്ക് 2 രാജ്യങ്ങളിലും മനസ്സിലായില്ലേ ഇന്ന് ഈ ന്യൂക്ലിയർ ആയിട്ടുള്ള വെപ്പൺസ് ഏകദേശം തുല്യമായിട്ടുള്ള ലെവലിൽ തന്നെ വെപ്പൺസ് ഉള്ള ഒരു സ്ഥിതിയിൽ അതൊരു പ്രശ്നമുണ്ട്. രണ്ടാമത്തെ വലിയൊരു പ്രശ്നം ഈ സോവിയറ്റ് റഷ്യയായിട്ടുള്ള നമ്മുടെ ബന്ധം കുറയുകയും നമ്മൾ ഇപ്പോഴും അവരുടെ മുകളിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടിരിക്കുകയാണ് നമ്മുടെ എയർഫോഴ്സും മറ്റുള്ളതൊക്കെ. കാരണം അവരുടെ ഇപ്പോൾ ഏറ്റവും വലിയ നമ്മുടെ പ്ലെയിനുകൾ ഇപ്പോഴും മിഗും സുഖോയാണ് നമ്പറിൽ നമ്മൾ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്തിരിക്കണം ഫ്രാൻസിലെ മിറാഷിലോട്ടും അല്ലെങ്കിൽ മറ്റുള്ള പ്ലെയിനുകളിലോട്ടൊക്കെ. ഇവിടെ ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ചൈനയായിട്ട് വലിയൊരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട്. ചൈനയായിട്ടുള്ള ഉടമ്പടി ഉണ്ടാക്കിയിട്ട് ജോയിൻറ്റ് ഫൈറ്റർ JF-20 മനസ്സിലായി തണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള എയർക്രാഫ്റ്റ്. എനിക്കറിഞ്ഞൂടെ അതിൻ്റെ കേപ്പബിലിറ്റീസൊക്കെ മിലിറ്ററിയിലുള്ള ആൾക്കാരോടൊന്ന് പറയും. പക്ഷേ അവർ സ്റ്റെൽത്ത് മനസ്സിലായി എന്ന് പറഞ്ഞിട്ടുള്ള ഇതും കൂടെ അവർ തയ്യാറാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ചൈനയ്ക്ക് ഓൾറെഡി സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, അവർക്ക് എയർക്രാഫ്റ്റ് കാരിയറുകൾ അവർക്കുണ്ട്. അന്ന് നമുക്ക് എയർക്രാഫ്റ്റ് കാരിയറുള്ളൂ ഈ ഏരിയയിൽ. ഇന്ന് ചൈനയ്ക്ക് എയർക്രാഫ്റ്റ് കാരിയറില്ല. അതും വലിയ ഫ്യൂജിയാനും ലിയോണിനൊക്കെ വലിയ എയർക്രാഫ്റ്റ് കാരിയറുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സട്ടന്ന് പോയിട്ട് നമ്മളൊരു ഭയങ്കര വാർ സ്റ്റാർട്ട് ചെയ്താൽ ഇറ്റ് വിൽ ബി മിലിറ്ററി ടേംസിൽ പറഞ്ഞാൽ മ്യൂച്വലി അഷ്യൂർഡ് ഡിസ്ട്രക്ഷൻ ആയിരിക്കും. അതേസമയം നമ്മൾ ഒരു വലിയൊരു പുൽവാമ ഒരു അറ്റാക്സ് ഒരു സ്ട്രൈക്ക് നടത്തണം. അത് നടത്തിയിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും ഗോപകുമാറിനെ പറയണേ, ഡിപ്ലോമസി ഒന്നും അവരായിട്ട് നടക്കൂലെന്നേ. അവർക്ക് അവിടെ ജനാധിപത്യം പോലും നടത്താൻ പറ്റാത്ത ഒരു രാജ്യത്തിനോട് പോയിട്ട് നമ്മൾ ഡിപ്ലോമസി സംസാരിച്ചിട്ട് എന്താ കാര്യം? അവസാനം ഞാൻ ജിന്നയുടെ വാക്കുകൾ കൂടി പറയാണ്. ജിന്ന എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പാർട്ടീഷൻ്റെ ടൈമിൽ ഐ ആം റെഡി ടു സാക്രിഫൈസ് ദ എൻറ്റയർ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ ടു ഗെയിൻ പാകിസ്ഥാൻ
ഫോർ ദ മുസ്ലിംസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റുള്ള ഒരു രാജ്യത്തോട് പോയിട്ട് നമ്മൾ വലിയ ഡിപ്ലോമസി ഒന്നും നടത്തിയിട്ട് കാര്യമില്ല. അതാണ് ഒരു കാര്യം കൂടെ പറയണം. നമുക്കറിയാം, വാജ്പേയിയുടെ സംജോത്ത എക്സ്പ്രസിന് ശേഷമാണ് കാർഗിൽ യുദ്ധം ഉണ്ടായത്. ആ സമയത്ത് തന്നെ കാർഗിൽ പ്രിപ്പറേഷൻ നടക്കണ്ടായിരുന്നു.